ഇനി കാണാൻ വന്ന മാംഗല്യം സീരിയലിൻ്റെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ്. അപ്പോൾ ഈ എപ്പിസോഡിനകത്ത് സ്നേഹയുടെ കന്നം തിരിവിൻ്റെ സ്വഭാവവും അതുപോലെ തന്നെ അവന്തിക്ക് വെക്കുന്ന പാര അവന്തിക്ക് തന്നെ തിരിച്ചു വന്ന് കൊള്ളുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ അറിയുന്നതിന് മുന്നേ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും നിങ്ങളുടെ കമൻസ് ആൻഡ് ഷെയർസ് ലൈക്സിനും ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്ന് എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ കാണിക്കുന്ന ഒരു കാര്യം സന്ദീപിനോട് എന്താണ് പറയുന്നുണ്ട്, ഇതുപോലെ കുഞ്ഞിന് ചെറിയ രീതിയിൽ ബ്രീത്തിങ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് എന്നും ഇവിടെ കൊണ്ടുവന്ന് കാണിക്കുക, അതിന് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ തന്നെ എന്താണ് കുറച്ച് നാളും കൂടെ കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നു. അപ്പോൾ സന്ധ്യ പറയുന്നുണ്ട് എന്താണ് നമുക്ക് വേണ്ട നെല്ലിശ്ശേരിയിലേക്ക് പോകാം, കാരണം നെല്ലിശ്ശേരി ഇങ്ങോട്ടേക്ക് വരാൻ വളരെ അടുപ്പമാണല്ലോ അച്ഛാ, അതുകൊണ്ട് ചടങ്ങും കാര്യങ്ങളൊന്നും നോക്കണ്ട, അച്ഛൻ എതിരെ പറയില്ലെന്ന് ആതിരയുടെ ഫാദറിനോട് പറയുകയാണ്. അപ്പോഴത്തേക്കും ആതിരയുടെ അച്ഛൻ എന്താണ് മാഷിന് ഇച്ചിരി ഒരു എന്താണ് അതിന് മനസ്താപമുണ്ട്, കാരണം ചടങ്ങ് പ്രകാരം തന്നെ നടത്തണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഈ ഒരു സാഹചര്യം സന്ധ്യ പറയുമ്പോഴത്തേക്കും ആതിര പറയുന്നു, അച്ഛാ അത് മതി അച്ഛാ, എനിക്കിവിടെ കിടന്ന് മടുത്ത്, എനിക്കാണെങ്കിൽ വീട്ടിലേക്കൊന്ന് പോയാൽ മതി, നെല്ലിശ്ശേരിയിലേക്ക് പോകാൻ ചടങ്ങൊന്നും നോക്കണ്ടെന്ന് ആതിരയും കൂടെ പറയുമ്പോൾ ലാസ്റ്റ് എന്താണ് മാഷും കമലടുത്തിയൊക്കെ ആ ഒരു കാര്യത്തിനങ്ങ് സമ്മതിക്കുവാണ്. അങ്ങനെ ലാസ്റ്റ് ഇവരെല്ലാവരും കൂടെ വരുന്നു എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും അർച്ചനയുടെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഇവരുടെ മുറിയൊക്കെ എന്താണ് അർച്ചന എന്താണ് നല്ല റെഡിയാക്കിയിടുവാണ്, കാരണം അടച്ചിട്ടുകൊണ്ട് ഭയങ്കര പൊടിയാന്നൊക്കെ അർച്ചന സച്ചിയോട് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി ആണെങ്കിൽ അർച്ചന ഈ ഉത്സാഹം കണ്ട് സച്ചിക്ക് തന്നെ ഒരു ഭയങ്കര എന്താണ് ഒരു അത്ഭുതമാണ്. ഒരു ഭാഗത്ത് അത്ഭുതം ഉണ്ടെങ്കിലും ഭാഗത്ത് സച്ചിക്ക് ഭയങ്കര പേടിയാണ്, കാരണം നാളെ ഈ കുഞ്ഞിൻ്റെ ഇത്രയും മാത്രം എക്സൈറ്റ്മെൻറ്റ് അർച്ചന ഇരിക്കുമ്പം നാളെ തനിക്കൊരു കുട്ടി ഉണ്ടായില്ലെങ്കിൽ അർച്ചനയ്ക്ക് അത് എന്തുമാത്രം മാനസികമായ സങ്കടം കൊടുക്കും എന്നുള്ളതിൻ്റെ പേടിയാണ് ഒരു ഭാഗത്ത് സച്ചിക്ക്. അപ്പോൾ സച്ചി അതൊക്കെ മനസ്സിൽ ഒളിച്ചു പിടിച്ചുകൊണ്ട് അർച്ചനയുടെ ആ ഒരു സന്തോഷത്തിൽ പങ്കുചേരണം. അർച്ചന പറയുന്നുണ്ട്, നോക്ക് ഈ മുറി അപ്പാടെ പൊടിയായി, കുറച്ച് ദിവസം അടച്ചിട്ടത്തേ ഉള്ളൂ, അപ്പോഴത്തേക്ക് അപ്പാടെ പൊടിയായല്ലോ എന്ന് പറഞ്ഞിട്ട് അർച്ചന ആ പരാതി പറഞ്ഞ് അവിടുത്തെ ബെഡ്ഷീറ്റും കരയൊക്കെ മാറ്റുമ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്നാൽ അവരിപ്പം വരുമെന്ന് കേട്ടല്ലോ, അതിന് തനിക്കാണ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് എന്ന് അറിയാം അർച്ചന എന്ന് പറയുമ്പം അർച്ചന പറയുന്നത്, പിന്നെ എനിക്ക് എക്സൈറ്റ്മെൻ്റ് അല്ലേ, എന്തായാലും തൻ്റെ പ്രാർത്ഥനയുടെ ഫലം തോന്നുന്നു, അവർ ഇങ്ങോട്ടേക്ക് തന്നെ വരുന്നത്, ചടങ്ങൊന്നും നോക്കാതെ അങ്ങോട്ടേക്ക് തന്നെ വീട്ടിലേക്ക് പോകാതെ ഇങ്ങോട്ടേക്ക് തന്നെ വരുന്നില്ലേ. ആണ് സച്ചിയേട്ടാ, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടതുകൊണ്ട്, കാരണം ഇങ്ങോട്ടേക്ക് തന്നെ വരണേന്നായിരുന്നു എൻ്റെ യഥാർത്ഥ ആഗ്രഹം, പിന്നെ അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ എന്തെങ്കിലും കരുതുമെന്ന് വെച്ചിട്ടാ ഞാൻ അത് പറയാതെന്ന്, എന്തായാലും എൻ്റെ ആഗ്രഹം പോലെ തന്നെ, കാരണം എനിക്ക് അവളെ എടുത്തിട്ടും പിടിച്ചിട്ടൊന്നും മതിയായതില്ല. അതിനെന്താ അർച്ചന, ഇനിയിപ്പം തൻ്റെ ഇഷ്ടത്തിന് കുഞ്ഞിനെ എടുക്കുകയും കണ്ണെഴുതിക്കുകയും പൊട്ടു തൊടിക്കുകയും തൻ്റെ ഇഷ്ടത്തിന് കൊണ്ട് നടക്കാമല്ലോ. അതാ സച്ചിയേട്ടാ എൻ്റെ ഒരു ആശ്വാസം എന്നിട്ട് അർച്ചന ഓവർ എക്സൈറ്റഡ് ആക്കി നിൽക്കും. അപ്പോൾ അർച്ചന ഈ എക്സൈറ്റ്മെൻറ്റ് കാണുമ്പോൾ സച്ചിക്ക് എന്താണ് ചെറിയ പേടിയുണ്ട്. ഈ സമയത്താണ് കാറിൻ്റെ ഹോൺ കേൾക്കുന്നത്. അപ്പോഴത്തേക്കും അർച്ചന ഓവർ എക്സൈറ്റഡ്, സച്ചിയേട്ടാ അവർ വന്ന്, സച്ചിയേട്ടാ വേഗം വാ എന്നിട്ട് ആ റൂമിൽ നിന്ന് എന്താണ് സച്ചിനെ വിളിച്ചുകൊണ്ട് വരുവാണ്. അപ്പം ദീപ ആതിരയും കുഞ്ഞും അതുപോലെ തന്നെ കമലെടുത്തിയും മാഷയൊക്കെ ആയിട്ട് ഒരുമിച്ച് എന്താണ് മുറ്റത്ത് വന്നു. അപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വരുന്നത്. അപ്പോഴത്തേക്ക് എന്താണ് അർച്ചന ആരതിയൊക്കെ ഒഴിഞ്ഞ് അവരെന്താണ് അകത്തേക്ക് സ്വീകരിച്ച് കയറ്റുവാണ്. എന്നിട്ട് ഈ ആരതിയുടെ തട്ട് നേരെ അനക്കെടുത്ത് കൊടുക്കും. എന്താണ് എല്ലാവരും ഭയങ്കര എന്താണ് ഒത്തുകൂടുവാണ്. അപ്പോഴത്തേക്കും സേതു വന്നവരോ, കാരണം ആദ്യമായിട്ട് ജനിച്ച പേരക്കുട്ടിയല്ലേ, ആ ഒരു സന്തോഷം. എന്നാലും മാഷേ എനിക്ക് ഇന്നത്തെ ദിവസം അത്രയ്ക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അത്ര സന്തോഷം എന്നൊക്കെ സേതുമാധവൻ പറയുമ്പോഴത്തേക്കും ഈ മാധവൻ്റെ ഇത്രയും സന്തോഷം കണ്ട് കമലടുത്തേക്കും മാഷിനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. അർച്ചനയ്ക്ക് സച്ചിക്കൊക്കെ ഭയങ്കര ഹാപ്പി. പക്ഷെ അവിടെയും ഊറിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, അത് അവന്തിക്കാണ്. കാരണം കുയിൽ വന്ന് കാക്കക്കൂട്ടി മുട്ടയിട്ട് വെച്ചിട്ട് ആ മുട്ട തൻ്റെ മുട്ടയെന്ന് കാക്ക വളർത്തുന്ന പോലെയല്ലേടോ ഈ സേതുമാധവൻ, നീ ഇനിയിപ്പം ഈ കുഞ്ഞിനെ വളർത്താൻ പോകുന്നത്, കാരണം ശിവരാമൻ്റെ വീട്ടിൽ ജനിച്ച കൊച്ചിനെ നിൻ്റെ കൊച്ചാന്ന് വെച്ചിട്ട് നീ വളർത്തിയിട്ട് വല്ല കാര്യമുണ്ടോ, അതിൻ്റെ കൂടെ നാഴിക്ക് 40 വട്ടം ഇല്ല സേതുമാധവൻ്റെ കൊച്ചുമോൾ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്ന ഭാവത്തിനകത്ത് ഭയങ്കര ഊറിച്ചിരിക്കുകയാണ്. അപ്പം പറയുന്നുണ്ട് സേതുമാധവൻ പറയുന്നുണ്ട്, അർച്ചനയ്ക്കാണ് നിങ്ങൾ കുഞ്ഞുമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന പറഞ്ഞപ്പോൾ അത്രമാത്രം സന്തോഷം, അവൾ ഇനി കുഞ്ഞിനെ പൊന്നുപോലെ നോക്കിക്കോളും. സന്ദീപിൻ്റെ ആതിരയും കുട്ടീനെ ഇവിടെ അത്രയ്ക്ക് എന്താണ് പൊന്നുപോലെ നോക്കും. അർച്ചന ഉള്ളതുകൊണ്ട് ആരും അതിനെ പേടിക്കേണ്ട, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകുന്ന മാഷിനും കമലെടുത്തേക്കും വാക്ക് കൊടുക്കണം. അപ്പോഴത്തേക്കും അവരെല്ലാം എക്സൈറ്റ് ആയിട്ട് നിൽക്കുമ്പം എന്താണ് അർച്ചന തന്നെയാണ് കുഞ്ഞിനെ എന്താണ് കൈ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ സേതുമാധവൻ പറയുന്നുണ്ട്, ഒരു അച്ഛനാകുമെന്ന് പറയുന്നതും ഒരു മുത്തശ്ശനാകുമെന്ന് പറയുന്നതൊക്കെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അത്ര വലിയ സന്തോഷമാണ്. ഞാൻ ഇന്ന് ആ ഒരു സന്തോഷം അനുഭവിക്കുക, കാരണം എത്രയോ നാൾ ശേഷം ഇത്ര മനസ്സ് സന്തോഷമായിട്ട് ചിരിക്കുന്നതെന്നൊക്കെ സേതുമാധവൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ മാഷ് ചോദിക്കുന്നുണ്ട്, മാഷേ നന്ദനും എന്താണ് സ്നേഹമൊന്നും കണ്ടില്ലല്ലോ, കാരണം അവിടെ ആ പരിസരത്ത് നന്ദനോ സ്നേഹമൊന്നുമില്ല. അപ്പം പറയും നന്ദൻ ദാ ഇപ്പം പുറത്തേക്ക് പോയതേ ഉള്ളൂ, സ്നേഹ റൂമിൽ തന്നെയാണ്. അന്ന് കല്യാണം മുടങ്ങിയതിന് ശേഷം തൊട്ട് അവൾക്കൊരു ഉത്സാഹമില്ല, അവളെ ഞങ്ങൾ നിർബന്ധിക്കാറുമില്ല, അവൾ എന്താണ് മുറിയിൽ തന്നെ ഇരിക്കത്തുള്ളൂ, പിന്നെ ആരുമായിട്ട് അത്ര സഹരിക്കാനോ അങ്ങനെയൊന്നും അവൾ വരാറില്ല, കാരണം അവൾക്കതൊരു മടിയാണ്. ഇങ്ങനെ പല സന്തോഷങ്ങളിടയിൽ ഇങ്ങനെ ചെറിയ ജീവിതത്തിനകത്ത് നീറ്റുന്ന കാര്യങ്ങളും മൊണ്ട് മാഷ് വന്നിട്ട് മാഷിനോട് ഈ സങ്കടം പറയുന്നുണ്ട്. പിന്നെ അത് ആരും മൈൻഡ് ചെയ്തില്ല, അങ്ങനെ നേരെ കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് പോവാണ്. മാഷ് എല്ലാവരും മേളിലേക്ക് കയറി വരുന്നതിന് മുന്നേ തന്നെ സന്ദീപൊക്കെ വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ എന്താണ് അർച്ചന കുഞ്ഞിനെ കൊണ്ടുവന്ന് ബെഡിൽ കിടത്തിയിട്ട്, എടാ വല്യമ്മയുടെ പൊന്നേ നിനക്ക് എന്താണ് ഇവിടെ കിടന്നാൽ മതിയോ, ഇനി കുറച്ച് ദിവസം കൂടെ നീ വളരുന്നവരെ അമ്മയുടെ കൂടെ കിടക്കുക, നീ 10 മാസം അമ്മയുടെ കൂടെ അല്ലായിരുന്നു, ഇനിയിപ്പോൾ അമ്മയ്ക്ക് കുറച്ച് നാൾ റെസ്റ്റ്, ഇനിയിപ്പം നിന്നെ വല്യമ്മ തന്നെ എല്ലാ കാര്യവും നോക്കിക്കോളാം, പിന്നെ കുറച്ചും കൂടെ നീ വളർന്നു കഴിഞ്ഞാൽ നീ ഈ മുറിയിൽ നിന്നൊക്കെ മാറി വല്യമ്മയുടെ കൂടെ കിടന്നാൽ മതി കേട്ടോടാ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പൊന്നല്ലേടാ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ ഭയങ്കരമായിട്ട് താലോലിക്കുമ്പോഴാണ്
സന്ദീപും മാഷും എല്ലാവരുടെ അപ്പോഴാണ് റൂമിൽ കയറി വരുമ്പം കാണുന്ന അർച്ചന ഇങ്ങനെ കുഞ്ഞിനെ എന്താണ് താലോലിക്കുന്നത്. അവക്കിനിയിപ്പം കുഞ്ഞിന് 6 കയ്യിലും കൊടുക്കാൻ മനസ്സില്ല. കുഞ്ഞുമോളെ അർച്ചന അല്ലാതെ ആരും തൊടിയിക്കത്തില്ല എന്നാണ് അർച്ചനയുടെ ഭാവം. കാരണം അത്രയ്ക്കാണ് കുഞ്ഞുമോളുടെ പിറകെ നടക്കുന്നത്. അവളുടെ ഒരു കാര്യമേ ഇത് കൊഞ്ചിട്ടും മതിയായില്ലേ എന്നൊക്കെ എന്നാണ് കമലെടുത്തി പറയുന്നത്. അപ്പോഴത്തേക്ക് എന്താണ് ആതിരയ്ക്ക് ഒരു ഹാപ്പി. എന്തായാലും ആതിര നിൻ്റെ കാര്യത്തിൽ ഇനി നിനക്കൊരു റെസ്റ്റ് ഉണ്ട് കേട്ടോ എന്ന് സന്ദീപ് പറയുന്നുണ്ട്. കാരണം ഏട്ടത്തി ഫുൾ ടൈം ഇനി ഇവിടെ തരത്തില്ല. ഫുൾ ടൈം ഏട്ടത്തിയുടെ കൈ തന്നെ ആക്കി. അതുകൊണ്ട് നിനക്ക് ഇനി കുറച്ച് സ്വസ്ഥമായിട്ടൊക്കെ ഇരിക്കാം. പക്ഷേ സച്ചേട്ട കാര്യം ഇനിയിപ്പോൾ അങ്ങ് പരിതാപകരമായിരിക്കും. കാരണം അർച്ചന അടുത്തേക്ക് ഇവളുടെ കാര്യമൊക്കെ നോക്കിയിട്ട് സച്ചേട്ടൻ്റെ കാര്യം നോക്കാൻ സമയം കിട്ടുമോ എന്ന് പറയുമ്പോഴത്തേക്കും അർച്ചന പറയുന്നുണ്ട്, അതൊന്നുമില്ല, ഞാൻ കുഞ്ഞിൻ്റെ കാര്യം നോക്കുന്നതിൻ്റെ ഒപ്പം തന്നെ സച്ചേട്ടൻ്റെ കാര്യം നല്ല പോലെ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് എന്താണ് അതിനെന്താ പറയുന്നുണ്ട്, അതിനെന്താ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് മീരേനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാം. അപ്പം മീര വരുമ്പോൾ അർച്ചനയ്ക്ക് എന്താണ് ഒരു സഹായമല്ല. അപ്പം പിന്നെ കുഞ്ഞിൻ്റെ കാര്യം തന്നെ അർച്ചനയ്ക്ക് ഫോക്കസ് ചെയ്യേണ്ട, സച്ചിയുടെ കാര്യമൊക്കെ നോക്കാൻ സമയമില്ല. അപ്പോഴത്തേക്ക് അർച്ചന പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, മീര അടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അനുപേട്ടൻ ആര് നോക്കും എന്ന് വന്നിട്ട് നേരെ അർച്ചന എന്താണ് കുഞ്ഞിനെടുത്തിട്ട് വാടാ ഞാൻ നിന്നെ ഓർക്കാം, നിന്നെ കുഞ്ഞിനെയും കൊണ്ടുപോകും. അപ്പോഴത്തേക്കും മാഷും കമലത്തേക്ക് പറയുമോ, അവൾക്ക് കൊച്ചിനെ കണ്ടെങ്കിൽ പെണ്ണിൻ്റെ ഒരു കാര്യം കുഞ്ഞിന് 6 കയ്യിലും തരാം അവൾക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് മീര ഇങ്ങോട്ടേക്ക് വരേണ്ടതെന്ന് പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചിയുടെ മുഖത്തിൽ എന്താണ് ആ ഒരു സന്തോഷം മങ്ങുന്ന കാണുമ്പോൾ നമ്മുടെ മാഷിനൊക്കെ എന്താണ് ഒരു ചെറിയൊരു കൂച്ചമുണ്ട്. കാരണം എന്താണ് സച്ചി ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു മാനസിക സങ്കടം എന്താണെന്ന് അവർക്ക് അറിയാമല്ലോ. അപ്പം അതവിടെ കാണിക്കുവാണ്. ഇന്ന് രാത്രി സേതുമാധവൻ ഫുഡ് കഴിക്കാൻ വരുവാണ്. അപ്പോൾ സാധാരണ ഫുഡ് കഴിക്കുമ്പോൾ അർച്ചന വന്ന് എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നതല്ലേ പതിവ്. ഇപ്പം കുഞ്ഞു വന്നപ്പോൾ അർച്ചനയ്ക്ക് അതിനൊന്നും സമയമില്ല. അപ്പം ടേബിളിൽ വന്നത് സേതുമാധവൻ ഒറ്റയ്ക്ക് തന്നെ ആ ടേബിളിൽ ഉണ്ടായിരുന്ന ചപ്പാത്തി എടുത്ത് സ്വന്തമായിട്ട് വിളമ്പി കഴിക്കുക. അതിനകത്ത് തെറ്റൊന്നുമില്ല. ആ സമയത്താണ് നമ്മുടെ എന്താണ് അവന്തിക്കയുടെ എൻട്രി. അവന്തി അയ്യോ അച്ഛൻ കഴിക്കാമെന്നോ, ഞാൻ ഇത്രയും നേരം അച്ഛൻ വരുന്നതും കാത്ത് ഇവിടെ തന്നെ ഇരിക്കുമായിരുന്നു, ഇപ്പോഴാണ് അങ്ങോട്ടേക്ക് പോയത്, അച്ഛൻ ഞാൻ വിളമ്പി തരാം. അത് സാറില്ല, ഞാൻ വിളമ്പിക്കോളാം. മാധവൻ ചോദിക്കുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ കഴിച്ചോ മോളെ. അപ്പം അർച്ചനയുടെ കാര്യമൊക്കെ എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഈ അവധി പറയുന്നത് അർച്ചനയ്ക്ക് ഇപ്പം ഭക്ഷണവും വെള്ളവും ഒന്നും വേണ്ട, അവൾക്ക് സർവ്വസമയം കുഞ്ഞിൻ്റെ പിറകെ തന്നെ നടന്നാൽ മതി. സന്ദീപിനെ കുഞ്ഞിനെ താഴത്തെ നിലത്തും വെക്കാതെ അവൾ സർവ്വസമയം കുഞ്ഞിൻ്റെ പിറകിലേ ഉള്ളൂ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും പട്ടിണിയാവാനാണ് സാധ്യത. അർച്ചന ഇവിടെ വന്നെന്ന് കണ്ടിട്ടാണ് ഇവിടുത്തെ എന്താണ് അടുക്കള ജോലിക്കാരി വേണ്ടെന്നിട്ട് പറഞ്ഞു വിട്ടത്. ഇതിപ്പം സമയത്ത് ആർക്കും ഫുഡ് കിട്ടാത്ത അവസ്ഥ ഇതാ സാധാരണ എല്ലാവർക്കും വിളമ്പി തരുന്ന അർച്ചനയാണ്. ഇപ്പം വേണ്ട ഇങ്ങോട്ട് കാണാൻ പോലുമില്ല. ഇന്ന് രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കിയത് 9 മണി കഴിഞ്ഞിട്ടാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടത്. ഇവിടെ കുറവുള്ളത് കൊണ്ട് രാവിലെ തന്നെ വല്ലതൊക്കെ കഴിക്കണം. ഇതിപ്പോൾ 9 മണിക്കാണ് ഇന്ന് വല്ലതൊക്കെ കിട്ടിയത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും പട്ടിണി ആവാനാണ് സാധ്യത. അപ്പോൾ സേതുമാധവൻ ചോദിക്കുന്നുണ്ട് ജോലിക്കാരി ഇങ്ങോട്ട് തിരിച്ച് കൊണ്ടുവരട്ടെ മോളെ. അപ്പം പറയും അതിനൊന്നും ആവശ്യമില്ല, അർച്ചന ഉണ്ടല്ലോ, അപ്പം പിന്നെ ഇവിടെ നോക്കാവുന്ന പണിയല്ലേ ഉള്ളൂ എന്ന് പറയുമ്പം സേതുമാധവൻ്റെ അടുത്ത് അർച്ചനയെക്കുറിച്ച് പാര പണിയാനാണ് നോക്കുന്നത്. അച്ഛാ ഞാനൊരു കാര്യം പറയാം, അച്ഛൻ വേറൊരു കാര്യം ചെയ്യണ്ട, അച്ഛൻ അർച്ചനയെ വിളിച്ചിട്ടൊന്ന് പറയണം, സർവ്വസമയം കുഞ്ഞിൻ്റെ പിറകെ തന്നെ നടക്കാതെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോഴത്തേക്കും സേതുമാധവൻ്റെ ഭാഗം ഡയലോഗാണ് ഈ അവന്തിക പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റായി മാറുന്നത്. കാരണം പറയുന്നുണ്ട് കുഞ്ഞ് നമ്മുടെ വീട്ടിലെ കുഞ്ഞാണ്, അത് ആദ്യമായി ജനിച്ച കുഞ്ഞ്. പോരാത്തേനോ അർച്ചനയ്ക്ക് കുഞ്ഞുമായിട്ടുള്ള ബന്ധം അവന്തിക്ക് അറിയാഞ്ഞിട്ടല്ലല്ലോ, ആതിരയുടെ സ്വന്തം മോള്, അതായത് അർച്ചനയുടെ സ്വന്തം അനിയത്തിയുടെ മോളാണ്. അപ്പം കുഞ്ഞിൻ്റെ പിറകെ നടക്കാൻ പാടില്ല എന്ന് എനിക്ക് അർച്ചനയോട് എങ്ങനെ പറയാനാ? അതിന് പകരം ഈ വീട്ടിൽ എല്ലാവർക്കും വെച്ച് വിളമ്പിയിട്ട് കൊച്ചിൻ്റെ കാര്യം നോക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? അത് മാത്രമല്ല ഒരു കുഞ്ഞിനെ നോക്കുക എന്നുള്ള നിസ്സാര കാര്യമില്ല, അത് എന്തുമാത്രം ഒരു പണിയുള്ള കാര്യമോ. ഇവിടുത്തെ ചോറും കറിയും വെച്ച് വിളമ്പി എല്ലാവരെയും ഊട്ടണമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പോരാത്തതിന് അതൊക്കെ എനിക്ക് പറയാൻ അത്രയ്ക്ക് അവകാശം അർച്ചനയോട് ഇല്ലേം താനും. ഇതൊക്കെ എനിക്ക് പറയാൻ അവകാശം അധികാരമുള്ള നിന്നോടാണ്. അതുകൊണ്ട് അവന്തിക ഒരു കാര്യം ചെയ്യണം, നാളെ തൊട്ട് അടുക്കള ഭരണം മൊത്തം അവന്തിക തന്നെ ഏറ്റെടുത്ത് നടത്താം. ഇവിടെ എല്ലാവർക്കും വെച്ചും വിളമ്പയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവന്തിക്ക് ഒറ്റയ്ക്ക് പോരെ. കാരണം ജോലിക്കാരെയും വേണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്കകത്ത് അവന്തിക്ക് ഒറ്റയ്ക്ക് തന്നെ മതിയല്ലോ. ശരി അച്ഛാ ഞാൻ തന്നെ ചെയ്തോളാം. അവന്തിക അങ്ങോട്ടേക്ക് മാറുന്നിട്ട് കള്ളക്കിളവൻ ഇളയ മരുമോളെ പറഞ്ഞപ്പോൾ സുഹിച്ചില്ല, അതിനാണ് എനിക്ക് ഇങ്ങനെ ഒരു പാര എടുത്ത് വെച്ച് തന്നിരിക്കുന്നത്. ഞാൻ വെച്ച വെടി എനിക്ക് തന്നെ വന്ന് ഭവിച്ചല്ലോ എന്ന് പറഞ്ഞ അവന്തിക താൻ വെച്ച വെടി തനിക്ക് തന്നെ കിട്ടിയതിൽ ഖേദിച്ച് നിൽക്കുന്ന സമയത്ത് സേതുമാധവൻ്റെ വക അടുത്ത പാര. മോളെ എനിക്കൊരു കാര്യം പറയുന്നുണ്ട്, ഇന്ന് രാത്രി എനിക്ക് കുറേ ഫയൽ നോക്കണ്ട. അതിനെന്താ വെച്ചാൽ ഞാനും കൂടെ വന്ന് സഹായിച്ചു തരാമെന്നേ. സഹായമൊന്നും വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് നോക്കി തീർക്കാവുന്നേ ഉള്ളൂ. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കട്ടൻ ചായ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഞാൻ അങ്ങ് ഉറങ്ങിപ്പോവും. കൊണ്ട് തരാം അച്ഛാ, അതിനെന്താന്ന് പറഞ്ഞിട്ട് കള്ളക്കിളവനെ കട്ടൻ ചായ, ഇത് ഞാൻ വെച്ച പാര എനിക്ക് തന്നെ തിരിച്ച് വന്ന് കൊണ്ടതുപോലെ ആയല്ലോ എന്ന് സ്വന്തം നാവ് കൊടുത്ത് തന്നെ വേടിച്ച അടിയെക്കുറിച്ച് ഖേദിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. അർച്ചനയാണെങ്കിലോ അടുപ്പത്ത് പാലെന്താണ് വെച്ചിരിക്കുന്നത് തിളപ്പിക്കാൻ വേണ്ടി, കാരണം ചായ ഇടാനുള്ള. അച്ഛൻ എന്നിട്ട് അവിടെ നിന്ന് കുഞ്ഞിനെ എടുത്തതും കുഞ്ഞിനെ ആദ്യമായിട്ട് നോക്കിയതൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുക. അങ്ങനെ പാല് തിളച്ചെന്താണ് തൂവാറായപ്പോഴത്തേക്കും സച്ചി ഓടി വന്ന് ആ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് പോലും നമ്മുടെ അർച്ചന അറിയാതെ സ്വപ്നലോകത്ത് തന്നെ നിൽക്കുകയാണ്. അപ്പം ലാസ്റ്റ് സച്ചി ഓഫ് ചെയ്തിട്ട് അർച്ചന
എടോ എടോ താൻ എവിടാണോ എന്ന് പറഞ്ഞിട്ട് എന്താണ് സച്ചി ഇങ്ങനെ അർച്ചനെ വിളിക്കുമ്പോഴാണ് അർച്ചനയ്ക്ക് എന്താണ് ബോധം വന്നത്. സച്ചിയേട്ടാ എടോ നോക്കടോ പാല്. അയ്യോ സച്ചിയേട്ടാ താൻ ഏത് സ്വപ്ന ലോകത്തായിരുന്നടോ. എനിക്ക് മനസ്സിലായി, സന്ദീപിൻ്റെ കുഞ്ഞ് ഇവിടെ വന്ന തൊട്ട് താനൊരു സ്വപ്ന ലോകത്താ. എടോ ഇങ്ങനെ പോയി എൻ്റെ കാര്യം പരിതാപമാവല്ലോ. സച്ചിയേട്ടനോട് ഞാൻ ഒരു കാര്യം പറയാന്നേ, ഇനി അങ്ങോട്ടേക്ക് എല്ലാ കാര്യങ്ങളും എന്നെ ഏൽപ്പിക്കാതെ കുറച്ച് കാര്യങ്ങളൊക്കെ സച്ചിയുടെ സ്വന്തമായിട്ട് തന്നെ ചെയ്യണം. ഇത് ഞാൻ മുന്നേ തന്നെ പ്രതീക്ഷിച്ച കാര്യമാണ്. കൊള്ളാം എന്ന് പറയുമ്പോഴത്തേക്കും, അല്ല സച്ചിയേട്ടാ എനിക്ക് അവളുടെ കാര്യം നോക്കിക്കഴിഞ്ഞിട്ട് പിന്നെ എവിടെ സമയിരിക്കുന്നത്. ആദരയ്ക്ക് ആണെങ്കിൽ കുഞ്ഞെന്താണ് കുറച്ച് നേരമൊക്കെ അവൾ എടുത്തുകൊണ്ട് നടക്കും, പിന്നെ അവൾ എന്താണ് കൊണ്ടുവന്ന് കട്ടിലിൽ വെക്കും. പിന്നെ കുഞ്ഞ് കരഞ്ഞാലൊന്നും അവൾ വലിയ മൈൻഡ് ചെയ്യത്തില്ല. എനിക്കങ്ങനെ കേട്ടിട്ടിരിക്കാൻ പറ്റുമോ? എനിക്ക് കുഞ്ഞ് കരയുന്ന കേട്ടാൽ തന്നെ അപ്പം തന്നെ പോയി എന്താണ് കുഞ്ഞിനെ എടുക്കേണ്ടത് തോന്നും. അപ്പം പിന്നെ അവൾ എൻ്റെ തോളി തന്നെ കിടന്നാൽ ഉറങ്ങുന്ന ആ പെണ്ണ് ഒരു സമയം തോളിൽ നിന്ന് ഇറങ്ങത്തില്ലാന്നേ. അതുകൊണ്ട് എനിക്ക് പിന്നെ ബാക്കിയൊന്നും സമയമില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് സച്ചേട്ടൻ ഇതോട് സച്ചേട്ടനെ കുറച്ച് കാര്യമൊക്കെ ഒറ്റയ്ക്ക് തന്നെ നോക്കണം. ആദ്യമൊക്കെ ഇപ്പം എന്തായാലും എന്താണ് അവൾക്ക് നല്ല റെസ്റ്റാണ്. പാല് കൊടുക്കുമെന്നുകൊണ്ട് പണി മാത്രമേ ഉള്ളൂ, ബാക്കി സർവ്വനേരം ഞാൻ തന്നെയാണ്. എടോ അച്ഛന ഇതൊക്കെ കാണുമ്പം എനിക്ക് എന്തൊക്കെ പറഞ്ഞാൽ സന്തോഷമുണ്ട്, പക്ഷേ ഒരു ചെറിയൊരു പേടിയുണ്ട്. സച്ചേട്ടൻ്റെ പേടി എന്താണെന്നൊക്കെ എനിക്കറിയാം. സച്ചേട്ടൻ ഇതിനകത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നതിന് മുന്നേ ഉള്ള റിഹേഴ്സലായിട്ട് കരുതിയാൽ മതി. കാരണം നമുക്കൊരു കുഞ്ഞ് ഉടൻ തന്നെ വരും. സച്ചേട്ടൻ നമ്മൾ കരുതുന്ന പോലെ ഒന്നും അല്ല ഒരു അച്ഛൻ അമ്മ എന്നാകുന്നതെന്ന് പറയുന്നത്. അത്ര എന്താണ് നമ്മൾ കാണുന്ന പോലെ നമ്മൾ ചിന്തിച്ചതൊന്നും അല്ല. അതിനൊക്കെ അപ്പുറത്തോട്ടേക്കുള്ള ഒരു പ്രത്യേക അനുഭൂതിയാണ്. അതിനെ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. എന്തൊരു സന്തോഷമാണ്, ഒരു പ്രത്യേക രസം. എന്നിട്ട് അർച്ചന എന്താണ് തിളപ്പിച്ച പാലുമായിട്ട് നേരെ നമ്മുടെ ആതിര റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ആതിരയുടെ റൂമിനകത്ത് എന്താണ് ആതിര കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് എന്താണ് ആതിരയ്ക്ക് ഈ പാൽ അർച്ചന കൊടുത്തിട്ട് എന്താണ് കുഞ്ഞിനെ നോക്കിക്കൊണ്ട് അർച്ചന നിൽക്കണം. അപ്പോൾ കുഞ്ഞിനെ അപ്പോഴേ അർച്ചനങ്ങ് എടുത്ത്. ഇവിടെ സച്ചിയാണെങ്കിലോ അർച്ചന പറഞ്ഞൊക്കെ ആലോചന നിൽക്കുക. കാരണം ഇതൊക്കെ നടന്നില്ലെങ്കിൽ ഇവർക്ക് എന്തുമാത്രം മനസ്സിന് ഭയങ്കര സങ്കടം ഉണ്ടാവുന്നു സച്ചി അവിടെ ആലോചന നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഇവിടെ ആദ്യയുടെ റൂമിലേക്ക് അപ്പോഴാണ് അനക്ക കയറി വരുന്നത്. അപ്പോൾ അനക്ക വരുന്നത് അർച്ചനയായിട്ടത്തി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആറ് കയ്യിലും കിട്ടത്തില്ല, എനിക്ക് ഇങ്ങോട്ടേക്ക് ഇതാ എന്ന് പറയുമ്പം എടുക്കാൻ വേണ്ടി എന്താണ് അനക്കയുടെ കയ്യിലേക്ക് കൊടുക്കുക. അനക്കയുടെ കൈ കൊടുത്തതും ആ റൂമിലേക്ക് സ്നേഹയുടെ എൻട്രിയാണ്. അപ്പോൾ സ്നേഹ ആണെങ്കിൽ ഇങ്ങനെ പമ്മി എന്താണ് കുഞ്ഞിനെ എടുക്കണോ വേണ്ടോ എന്ന രീതിക്കുമ്പം അർച്ചന തന്നെ ആ കുഞ്ഞിനെ എന്താണ് അനക്കയുടെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് സ്നേഹയുടെ കയ്യിലേക്ക് എടുക്കാനായി കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇവള് കൈ വേടിക്കുന്ന പോലെയല്ല, കുറച്ച് നേരം അങ്ങനെ തന്നെ നോക്കി സ്തംഭിച്ച് നിൽക്കുന്നു. സ്നേഹം എന്താണ് ആദരുടെ മുഖത്തേക്ക് ഒരു വട്ടം നോക്കുന്നത്, കുഞ്ഞിനെ നോക്കുന്നത്, അങ്ങനെ എല്ലാവരെയും മാറി മാറി നോക്കിയിട്ട് കുഞ്ഞിനെ കൈ വേടിക്കാതെ അവിടെ നിന്ന് അങ്ങനെ മുഖം വീർപ്പിച്ച് കിട്ടിക്കൊണ്ട് ഇറങ്ങിപ്പോന്നേ കാണിക്കുന്നത്. അപ്പം അവളുടെ കണ്ണൻ തിരിവ് ഇനി അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇനി കാണാൻ വന്ന മാംഗനീസിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ. അപ്പോൾ എല്ലാവരും കാണുമോ, ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും കമൻസ് ഷെയർ ലൈക്സിന് ആരും മറക്കണ്ടോ. ബൈ.